Hi friends, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ടേബിൾ മാറ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ടീ-ഷർട്ട് കൊണ്ട് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ടീ-ഷർട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഞാൻ രണ്ട് അത്യാവശ്യം വീതിയുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ഒരു പീസാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗം നമുക്ക് വേണ്ട, ഈ ടീ-ഷർട്ടിൻ്റെ ഈ ഭാഗം നമുക്കിനി വേണ്ട. അപ്പോൾ നമുക്ക് ഈ പീസ് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാമെങ്കിൽ നമ്മൾക്ക് ഈ ബനിയൻ ഈ ഒരു ഷേപ്പിലായിട്ട് കിട്ടും. ഇതിൻ്റെ തുന്നലൊന്നും കാണാതിരിക്കാനായിട്ട് നമ്മൾക്ക് ഇത് കട്ട് ചെയ്ത് ഇത് പരസ്പരം നമ്മൾക്ക് സൂചി കൊണ്ടൊന്ന് പതിയെ തുന്നി കൊടുക്കാം. അപ്പോൾ ഇത്രയും ഒരു കട്ടി കാണില്ല. അപ്പോൾ നമ്മൾക്ക് എല്ലാ പീസസും ഈ ഒരു ഈ ഒരു ഷേപ്പിലാക്കാം. ഇങ്ങനെ പതിയെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ 3 ടീ-ഷർട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതുപോലെ ഒരു 2 റെക്റ്റാങ്കുലർ പീസ് ഉണ്ട്. അതുപോലെ ഈ 3 കളറുകളുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ റെക്റ്റാങ്കിൾ പീസ് ഒന്ന് പതിയെ മടക്കി ഇത്തിരി കട്ടിയിൽ, അതിനാണ് ഇത്രയും വീതി എടുത്തത്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ മടക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ 2 റെക്റ്റാങ്കിൾ പീസും ഇതുപോലെ ഞാൻ മടക്കിയെടുക്കുകയാണ്. പിന്നെ സൂചിയും നൂലും വേണം. അത് നമ്മൾ ഈ പീസസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി കെട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വൾഗറായിട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതിൽ നല്ലത് തുന്നി വയ്ക്കലാണ്. അപ്പോൾ ഇതിനൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ കാർഡ്ബോർഡ് പീസിൽ ഇത് ഒരു പീസ് എടുത്താൽ മതി, ഒരു പീസ് നമുക്ക് ലാസ്റ്റ് മതി. അപ്പോൾ ഫസ്റ്റ് ഒരു പീസ് നമ്മൾ എടുത്തിട്ട് ഈ കാർഡ്ബോർഡ് പീസ് ഈ ക്ലോത്ത് ഞാൻ ശരിക്കും പിൻ ചെയ്ത് വെക്കാണ്. എനിക്ക് എന്നാലേ ഇതിൽ ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കോർക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണേ. പിന്നെ ചെയ്യേണ്ടത് ഈ ഒരു പീസ് എടുത്തിട്ട് ഊരിപ്പോവാണ്. ഇത്തിരി വലിയ മുട്ട സൂചിയാണെങ്കിൽ പിന്നെ ഇരിക്കും. നമ്മൾക്ക് ഇതുപോലെ ലോക്ക് ഇട്ട് ഇങ്ങോട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഓരോ 2 ലെയർ വീതം നമ്മളിങ്ങനെ കോർത്ത് ഇതിലിട്ടിട്ടുണ്ട്. ഇനിയുള്ളത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ സൂചി കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഈ സൂചി ഇരിക്കണല്ല, ശരിക്ക് മുട്ട് സൂചി തന്നെ വേണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ സൂചി നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അവിടെ ഇരിക്കും. അപ്പോൾ നമുക്കിനി ഈസി ആയിട്ട് പുറത്തേക്കുള്ള ഭാഗങ്ങൾ ഇങ്ങനെ കോർത്തെടുക്കാം. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇപ്പോൾ ഈ കളറിലൊരു പീസാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഈ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ 2 എൻഡും നമുക്ക് ഇതുപോലെ തന്നെ കിട്ടി. ഇനി നമുക്ക് ഈ എൻഡ് ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ട് വേണം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ടൈ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കെട്ടിട്ടാണ് നമ്മൾ പോണത്. കെട്ടിടുമ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ തന്നെ കെട്ടിടണം. ഇങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ള പീസ് ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്ത് ഇങ്ങനെ കെട്ടിട്ട് പോകണം.
ഇതിലിങ്ങനെ ഇതിങ്ങനെ നമ്മൾ കോർത്ത് വരുമ്പോൾ ഈ ബനിയൻ്റെയൊക്കെ ഈ കട്ടിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതങ്ങ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കയ്യിൽ നമ്മൾ തുന്നൽ കാണാത്ത വിധം അങ്ങോട്ട് തുന്നി കൊടുക്കണം. അപ്പോൾ ആദ്യം കെട്ട് വരില്ല. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ തയ്യൽ ഉള്ളിൽ പോകുന്ന വിധം ഈ ബനിയൻ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ സൈഡ് ഇതുവരെ നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് നമ്മൾ കെട്ടിട്ടുകൊണ്ടിരുന്നത്. ഇനി ഈ സൈഡിൽ കൂടെ നമ്മൾക്ക് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് തിരിച്ച സൈഡിലേക്ക് കെട്ടിട്ട് കഴിഞ്ഞപ്പോൾ ഇതുപോലെ മുടി പിന്നിയ പോലെ നമുക്കിതിങ്ങനെ കിട്ടും. അപ്പോൾ ഇത് അടുത്ത പീസ് ഇതിൻ്റെ കൂടെ നമുക്ക് തുന്നി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ഈ പീസുകൾ ഇങ്ങനെ കൂട്ടി നമ്മൾ ഇത് മുഴുവൻ കെട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി അപ്പുറത്തേക്കുള്ളത് ഇതിൻ്റെ ബാക്കി ഇനി ഇപ്പുറത്തേക്കുള്ളത് നേരത്തെ നമ്മളിപ്പോൾ ഇത്രയും നേരം ഇങ്ങനെയാണ് ചുറ്റിക്കൊണ്ട് വന്നിരുന്നത്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആദ്യം ചെയ്തിരുന്ന പോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതുപോലെ കെട്ടി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ടേബിൾ മാറ്റ് റെഡി ആയിട്ടുണ്ട്. ടേബിൾ മാറ്റിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നമ്മൾ ഇവിടെ വെച്ച് കൊടുത്ത പോലത്തെ ഒരു പീസ് എനിക്ക് ഇവിടെ വെച്ച് കൊടുക്കണം. പിന്നെ ഈ എക്സസ് ആയിട്ടുള്ള ഈ ഇതിനെയൊക്കെ ബാക്കിലേക്ക് വെച്ച് തുന്നി കൊടുക്കണം. അപ്പോൾ അതാണ് ഇനി നമുക്കുള്ളത്. നമുക്ക് ഈ എക്സസ് ആയിട്ടുള്ള പീസൊക്കെ കട്ട് ചെയ്ത് കളയാം. ടേബിൾ മാറ്റിൻ്റെ ബാക്ക് സൈഡാണിത്. ഈ ഒരു പീസ് നമുക്ക് ഇവിടെ വെച്ച് കൊടുത്ത പോലെ തന്നെ നമുക്കിവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെയും തുന്നി കൊടുക്കണം. അപ്പോൾ ഈ ചെറിയൊരു ടേബിൾ മാറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സഫ്നാസ് ക്രാഫ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കേട്ടോ, ആ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.